INL സംസ്ഥാന നേതൃത്വത്തിന്റെ വഞ്ചനാപരമായ നിലപാടിലും തെറ്റായ നയങ്ങളിലും പ്രതിഷേധിച്ച് ജില്ലയിലെ 300-ൽ പരം ആളുകൾ നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചു. പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസവും വിഭാഗീയതയൊക്കെ ഉണ്ടായി. 2 വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പേരിലും ശ്രീ അഹമ്മദ് ദേവഗോപി പ്രസിഡന്റായിട്ടും നാഷണൽ ലീഗ് എന്ന പേരിൽ AP അബ്ദുൽ വഹാബ് പ്രസിഡന്റായിട്ടും 2 കമ്മിറ്റിയും 2 പാർട്ടിയായിട്ടാണ് 2 കൊല്ലത്തിലായിട്ട് പ്രവർത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ടുണ്ടായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് പാർട്ടിയെ തുടക്കം. ഇടതുപക്ഷ മുന്നണിക്കൊപ്പമാണെന്ന് പറയുകയും രഹസ്യമായി വലതുപക്ഷ മുന്നണിയിലെ പാർട്ടികളുമായി ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ട് സ്വന്തം അണികളെയും പൊതുസമൂഹത്തെയും INL നേതാക്കൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് പാർട്ടിയിൽ ചേക്കേറുകയും നേതൃസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ഒരുപറ്റം വ്യക്തികളാണ് ഈ കൊടുംചതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. പാർട്ടിയിൽ സമീപകാലത്തുണ്ടായ പിളർപ്പിനെ ചരട് വലിച്ചതും ഇതേ വ്യക്തികളാണ്. പാർട്ടിയിൽ ഐക്യവും അനുരഞ്ജനവും ഉണ്ടാക്കാനുള്ള ഇടതുപക്ഷ മുന്നണി നേതൃത്വത്തിന്റെ അഭ്യർത്ഥനയോട് മുഖം തിരിക്കുന്നതും ഇതേ വ്യക്തികളാണ്. ഇവരെ നേതാക്കളായി അംഗീകരിക്കാനും അവരുടെ കീഴിൽ പ്രവർത്തിക്കുവാനും ആത്മാഭിമാനവും രാഷ്ട്രീയ സത്യസന്ധതയുമുള്ളവർക്ക് കഴിയില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് നേതാക്കളും ജില്ലയിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും പാർട്ടി വിടുന്നത്. സേട്ടു സാഹിബിന്റെ ആദർശ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് INL നിന്നും രാജിവെച്ചവർ തീരുമാനിച്ചിട്ടുള്ളതെന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 27-ന് വൈകിട്ട് 4 മണിക്ക് മലപ്പുറം കുന്നുമ്മൽ ടൗൺ ഹാളിൽ നടക്കുന്ന ലയന സമ്മേളനത്തിൽ INL വിട്ട് നാഷണൽ ലീഗിലേക്ക് വരുന്നവരെ സ്വീകരിക്കും. നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ് ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ CH മുസ്തഫ, PKS മുജീബ് ഹസൻ, K അബ്ദുൽ ലത്തീഫ്, VK യൂസഫ് ഹാജി, NV അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, Pride of Generations, India, Oman, Bahrain.